ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാളെയും കൊണ്ട് ഒരു ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടി എന്നുള്ളതാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീച്ചിട്ട് ഒരാളെ എണീപ്പിക്കേണ്ട ഒരാളായിരുന്നു എണീച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ മറ്റേ ആളെയും കൂടി എണീപ്പിച്ചാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ രണ്ടാളും എണീച്ചിട്ട് രാവിലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒരു ഏറെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ആ ഒരു ടൈമിലൊന്നും മക്കൾ എണീക്കലുണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയ മോന് മാപ്പിള പോകുന്ന ആ ഒരു ടൈമിലത്തെ ഒച്ച കേട്ടിട്ട് എണീച്ചു കേട്ടോ. പിന്നെ ഒരാൾ എണീച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ എണീപ്പിക്കൽ സ്വാഭാവികമാണ് കേട്ടോ. അവർ ആരെണീച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എണീപ്പിക്കും. അപ്പോൾ അതാ രണ്ടാളും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിരിച്ചെന്നാൽ പിന്നെ വേഗം ബെഡൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ, ഒന്നൊക്കെ വൃത്തിയാക്കിയിടട്ടെ എന്ന് കരുതിയിട്ട് വൃത്തിയാക്കിയിടാണ് കേട്ടോ. ഒന്ന് തുടക്കമിട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഒറ്റയടിക്ക് എനിക്ക് ചെയ്യണതാണ് കേട്ടോ ഇഷ്ടം. എന്നാൽ പിന്നെ നമുക്ക് അതിനെക്കൊണ്ട് ടെൻഷൻ അടിക്കാനില്ല. ആ ഒരു പണി ചെയ്തിട്ടില്ലല്ലോ, ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ചെറിയ മോൻ്റെ മൂഡ് പോലെ ഇരിക്കും എൻ്റെ പണികളൊക്കെ. അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവട്ടോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എല്ലാം ചെയ്ത് തീർത്തു. പിന്നെ ഇതാ ഫുഡ് അതിൻ്റെ ഇടയ്ക്ക് മാപ്പിള കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. മസാല ദോശയായിരുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് ഫുഡൊന്നും ഉണ്ടാക്കില്ല. കട്ടൻ ചായ, പിന്നെ മോനിക്കുള്ള കഞ്ഞി, അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഞാൻ അവിടുന്ന് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അത് രാവിലെ തന്നെ മസാല ദോശയായിരുന്നു. അപ്പോൾ ഞാനും ചെറിയ മോനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കി തിന്നോളൂ അതിന് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഞാനും കഴിക്കുകയാണ്. മറ്റവൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഓന് വിചാരിച്ച് ലേസോ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും വാശി പിടിച്ച് കഴിഞ്ഞാന്ന് വെച്ചാൽ അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ മോനിക്കുള്ള കഞ്ഞി വെക്കുകയാണ് കേട്ടോ. പൊടിയരി കഞ്ഞിയാണ് ചെറുതിന് കൊടുക്കാറ് കേട്ടോ. ഉച്ചക്ക് ആ ഒരു ടൈമിലേക്കുള്ളത് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇതാവുമല്ലോ, തഞ്ഞി കിട്ടും. അപ്പോൾ അതിൽ പൊടിയരിയിൽ കുറച്ച് ക്യാരറ്റും എന്തെങ്കിലും ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വെക്കാണ്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചിട്ടില്ല എന്ന്. അപ്പം മൂപ്പർക്ക് വിശപ്പടിച്ച് തുടങ്ങിയപ്പം വന്നിട്ട് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ട്. അപ്പം എന്നാൽ ദോശ ഇങ്ങനെ അന്നേക്കെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ മക്കൾ രണ്ടാളും കളിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ കളിക്കുകയായിരുന്നു. പിന്നെ ഇതാ മാപ്പിള വന്നിട്ടുണ്ടായിരുന്നു ഉച്ച ടൈമിൽ, റെസ്റ്റ് ടൈമിൽ വന്നു. കുറച്ച് സമയം മക്കളോടൊക്കെ കളിച്ചിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇതാ ഇവർ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാനും കൂടി കുറച്ച് സമയം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഈവനിങ് ഇതാ ഈ ഒരു 4:30-5 മണിയൊക്കെ ആയപ്പം എണീച്ചു. പിന്നെ ഇതാ പൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കവറിന്. നമ്മൾ പാർക്കിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. കവറിൽ കുറച്ച് കളി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഭദ്രമായിട്ട് പൂട്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഫ്ലാറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകണതാണ്. അപ്പോൾ പാർക്കിലേക്ക് പോകാം കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ഒരു 7 മണിക്കായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെ അപ്പുറത്തെ റൂമിൽ തോറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ. അപ്പോൾ അവർക്ക് എന്തോ ബർഗറോ അങ്ങനെ എന്തെല്ലോ വാങ്ങണമെന്നും പറഞ്ഞിട്ട് കഫ്റ്റീരിയയിലേക്ക് വന്നു. അതൊക്കെ വാങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് മോനിക്ക് കഞ്ഞി അടിച്ചു കൊടുത്തു കേട്ടോ. അവനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡൊക്കെ കൊടുത്ത് കഴിക്കണതാണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ലുലുവിലേക്ക് പോകാം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ വന്ന സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബേബി ഫുഡും പിന്നെ കുറച്ച് ടിഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മേടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ പോയി കേട്ടോ. 2 മക്കളും നല്ല ഉറക്കമായിരുന്നു. 11 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.